എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം. ഒന്ന് ബ്രോഡ്വേ ആണ്, മറൈൻ ഡ്രൈവ്, അത്തരം വ്യത്യസ്ത ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷേ ബ്രോഡ്വേയിൽ എന്തായാലും പല മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് വസ്ത്രവ്യാപാരം, പച്ചക്കറി, പഴം, പൂക്കൾ എല്ലാം ഒരുപക്ഷെ ഇങ്ങനെ ലഭ്യമാകുന്ന ബ്രോഡ്വേയിലെ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഈ ഉത്രാടത്തിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ, ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരമാകുമ്പോൾ അത് കുറച്ചുകൂടി വലിയ തിരക്കിലേക്ക്, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊന്നും പൂർണ്ണമായും കടത്തിവിടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പൂർണ്ണമായും ആളുകളിങ്ങനെ പൂർണ്ണമായും വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച്, വള, മാല, പൂക്കൾ, അതോടൊപ്പം തന്നെ ഈ സദ്യക്ക് ഒരുക്കുന്ന വാഴയില ഉൾപ്പെടെ അത്തരത്തിലുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ചേട്ടാ, എന്തൊക്കെയായി പർച്ചേസ് കാര്യങ്ങളൊക്കെ? ഏറ്റവും ഒടുവിലത്തെ ഒരു എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങണം, നാളത്തേക്കുള്ള വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഈ മാർക്കറ്റിലെ വിലയൊക്കെ എങ്ങനെയുണ്ട് പൊതുവെ? ഇവിടെ പൊതുവെ കുറവാണ്, സൂപ്പർ മാർക്കറ്റിലെ അപേക്ഷിച്ച് കുറവാണ്. നമ്മൾ ഒരുപക്ഷെ അജി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരു വാർത്ത കൂടിയാണ്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് ഇവിടുന്ന് അപ്പുറം മാറിയിട്ടാണ് പച്ചക്കറി മാർക്കറ്റ് ഉള്ളത്. അവിടെ ചോദിച്ചപ്പോൾ വ്യാപാരികളും ഈ വില കുറഞ്ഞതിൻ്റെ ഒരു കാര്യം പങ്കുവെക്കുന്നുണ്ട്. പൊതുവെ ഈ ഓണക്കാലത്ത് അങ്ങനെ ഒരു വലിയ ഒരു വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും ബ്രോഡ്വേയിൽ ഇത്തവണത്തെ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് വലിയ തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഈ പഴം, പച്ചക്കറി, പൂക്കൾ, വാഴയില എല്ലാം അങ്ങനെ ഒരുപക്ഷെ വലിയ നീണ്ടു കിടക്കുന്നൊരു മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങ് വന്നാൽ ബാഗും നിറച്ച് എല്ലാ കവറും കിറ്റും ഒക്കെ നിറച്ച് പൂർണ്ണമായും പൂർണ്ണമായും തിരുവോണ ദിനത്തിലേക്കുള്ള എല്ലാ സാധന സാമഗ്രികളുമായി ഇവിടെ നിന്ന് അങ്ങ് മടങ്ങുന്ന രൂപത്തിലേക്ക്, ഒരു തല മുതൽ അങ്ങേ തല വരെ ഈ ജനാരവമാണ്. വലിയ മാർക്കറ്റാണ്. രണ്ട് വശങ്ങളിലും സാധനങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. സ്വാഭാവികമായും ഈ ഫാൻസികൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കേന്ദ്രീകരിച്ച് ഓരോ പ്രത്യേക ഏരിയകളാണ്. പഴം, പച്ചക്കറി മാർക്കറ്റ് ഒരു ഭാഗത്ത്, വസ്ത്രവ്യാപാരം ഒരു ഭാഗത്ത്, ഫുട്വെയർ, ഫാൻസി അങ്ങനെയുള്ള ഐറ്റംസ് വേറെ ഭാഗത്ത്, പിന്നെ ഈ അനുബന്ധ സാധന സാമഗ്രികളൊക്കെ അങ്ങനെ പോകുന്ന വലിയ തിരക്കിലേക്ക് അങ്ങനെയുള്ളൊരു മാർക്കറ്റാണ്. അമ്മച്ചി, ഈ ഓണത്തിന്റെ ഒരു ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്കിലാണ്. എന്താ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ അവസാന ഘട്ടത്തിൽ ഇപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ? കപ്പുകളൊക്കെ വാങ്ങിക്കണം. സദ്യവട്ടമൊക്കെ ആയോ? സദ്യവട്ടമൊക്കെ ഒരു മാതിരിയൊക്കെ ആയി. ഇനി പോയാ മതി, തിരുവോണം ഉണ്ടാ മതി, സദ്യ ഉണ്ടാ മതി. അല്ലല്ല, ഇനി പായസമൊക്കെ ഉണ്ടാക്കണം, അവിയലുണ്ടാക്കണം, അങ്ങനെ എല്ലാ സാധനങ്ങളായി ആയി വന്നതാണ്. പൂക്കള തിരുവോണ ദിനത്തിലെ പൂക്കളം, തിരുവോണ ദിനത്തിലെ പൂക്കളയിടും. അതാണ് ഏറെക്കുറെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും മാർക്കറ്റിലൊക്കെ വന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒരുങ്ങി ഇനി പോയിട്ട് ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ച് തിരുവോണ ദിനത്തിലേക്കുള്ള സദ്യാവട്ടങ്ങളൊക്കെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ എറണാകുളത്തും എന്തായാലും പ്രത്യേകിച്ച് ഈ എറണാകുളത്തിൻ്റെ തൃക്കാക്കരയുടെയും കാക്കനാടിൻ്റെയും ഒക്കെ വലിയ ഓണപ്പെരുമ അങ്ങനെ ഉള്ള ഒരു നാട്, മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരം എന്നുള്ള നിലയ്ക്ക് എറണാകുളത്തും ഓണവിപണി വലിയ സജീവമാണ്.